ട്രംപ് പറയുന്നില്ലേ 100 എന്താ എത്ര $100,000 തന്നാലേ ഞങ്ങൾക്ക് വിസ തരത്തുള്ളൂ. അതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്താ വെച്ചാൽ ഇന്ത്യക്കാരും ചൈനക്കാരും സൗത്ത് ഏഷ്യൻസ് ഇല്ലെങ്കിൽ അമേരിക്കയിലെ ഒരു കാര്യം നടക്കില്ല. നല്ല പൊസിഷൻസ് സ്കിൽഫുള്ളായിട്ടുള്ള ഇതെല്ലാത്തിലും ഇന്ത്യക്കാരാണുള്ളത്. അതുകൊണ്ട് ഇവർ പറയുന്ന പോലെയല്ല, അവിടെ അമേരിക്കൻ കുട്ടികൾ പഠിക്കുന്നില്ല സർ. ക്ലാസ്സിൽ ആ സിലബസുകളൊക്കെ കണ്ടാൽ കരഞ്ഞു പോകും. അത്രയ്ക്ക് മോശമാണ്. എനിക്ക് അറിഞ്ഞൂടാ, അവർ ഇനി അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ കാണാൻ പോകുന്നേ ഉള്ളൂ. അതിൽ ഏറ്റവും സങ്കടമായിട്ട് എനിക്ക് തോന്നിയത് എല്ലാ യൂണിവേഴ്സിറ്റിയിലും നമ്മൾ ഏഷ്യൻ കോഴ്സസ് ഉണ്ട് സർ, ഏഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിലുള്ള ഇന്ത്യക്കാരാണ് കൂടുതൽ. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യയെക്കുറിച്ച് ഏറ്റവും മോശമായിട്ടുള്ള സബ്ജക്റ്റുകളാണ് അവിടെ ഓഫർ ചെയ്യുന്നത്. സാർക്ക് അറിയാമോ ഇത്? അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇന്ത്യയെക്കുറിച്ച് അവിടെ അമേരിക്ക കുട്ടികൾക്ക് വളരെ പുച്ഛമാണ്. അവിടെ ഇന്ത്യയെക്കുറിച്ചുള്ള ധാരണ കേട്ടാൽ സാർ അന്തം വിട്ടു പോകും. എന്നോട് ചോദിച്ചു, ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ നിങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഇമ്പ്രഷൻ ഒന്ന് ആലോചിച്ചൊക്കെ. അങ്ങനത്തെ സബ്ജക്റ്റാണ് അവർ. അതിനെതിരെ ഞാൻ നമ്മുടെ ജയശങ്കർ സാർക്ക് ഞാനൊരു കത്തെഴുതി. നിങ്ങൾ ഈ അമേരിക്കയിലുള്ള എല്ലാ സൗത്ത് ഏഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് അവർക്കൊരു അവയർനെസ് ക്ലാസ് കൊടുക്കണം. ഇന്ത്യയെക്കുറിച്ച് മോശം, നമുക്ക് എല്ലാം ശരിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിനെ ഒരു ബോധമില്ലാതെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതൊക്കെ വളരെ മോശമാണ് സർ. നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ യങ്സ്റ്റേഴ്സ് എല്ലാം അമേരിക്കയെ നോക്കിയിരിക്കുകയാണ്. അവിടുത്തെ കൾച്ചറാണ്. അങ്ങോട്ട് പഠിക്കാനൊക്കെ പോകുന്ന പിള്ളേർ അല്ല, അവിടെ ഏറ്റവും തമാശ, ഇവിടെയുള്ള ക്രീമായിട്ടുള്ള കുട്ടികളാണ് അവിടെ പോകുന്നത്. അവിടെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഫസ്റ്റ് റാങ്കും മാർക്കും വാങ്ങിക്കുന്ന ഇന്ത്യ കുട്ടികളാണ്, നമ്മുടെ പിള്ളേരാണ്. എന്താ വെച്ചാൽ അവർ ഉത്തരവാദിത്തോടെയാണ് പോകുന്നത് അവിടെ പഠിക്കാനായിട്ട്. പക്ഷേ അവിടെയുള്ള കുട്ടികൾക്കൊക്കെ, അവിടെയുള്ള ഇന്ത്യൻ സെക്കൻഡ് ജനറേഷൻ പിള്ളേരുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരം.